ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ സ്കാമിൽ പെടാണ്ട് രക്ഷിക്കാനുള്ള ഒരു ഇൻഫർമേഷൻ തരിക കേട്ടോ. നമ്മുടെ സീസണൽ വർക്ക് പെർമിറ്റിന് പോയിട്ട് അവിടെ ഇപ്പോൾ നമ്മുടെ യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നമുക്ക് പോളണ്ടിക്കോ ചെക്കിക്കോ സ്ലൊവേനിക്കോ സ്ലോവാക്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റി തരാൻ വേണ്ടി കൊണ്ടുപോയിട്ട് കുറേ പേര് ട്രാപ്പിലായിട്ടുണ്ട്. അവിടെ ഇല്ലീഗലായിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുക. നമ്മുടെ സീസണൽ വർക്ക് പെർമിറ്റിന് പോയി കഴിഞ്ഞാൽ നമുക്ക് സീസണൽ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഇതൊരു 3 മാസത്തെ വിസയാണ്. 3 മാസം പറഞ്ഞാൽ ഏകദേശം 3 മാസം ഉണ്ടാവില്ല, ഒരു 80 ദിവസത്തെ വിസയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് പേപ്പർ വർക്ക് ശരിയാക്കി തരാം. അങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ 8-10 ലക്ഷം രൂപ മേടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു കാര്യം പറ്റാം, ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെന്ന് കൊടുക്കരുത്. പൈസ പോയ ആൾക്കാർ നമുക്ക് കുറേ പേരിനെ അറിയാം. അവിടെ കൊണ്ടുപോയി നമുക്ക് ജോലിയാക്കി തരും. അങ്ങനെ ഇപ്പോൾ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ കൂട്ടുകാരൻ തന്നെ ചെക്കിൽ പോയിട്ട് ഇതേപോലെ സീസണിൽ പോയിട്ട് അവിടെ പോയിട്ട് പേപ്പർ ശരിയാക്കി തരാൻ പറഞ്ഞ് പോയിട്ട് അവിടെ പോയി പോലീസ് പിടിച്ച് ബാൻ ചെയ്തു. ഇനി ചെക്കിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ കുറേ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ പെട്ടിട്ട് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ പോയിട്ട് നമ്മുടെ പേപ്പർ വർക്ക് ശരിയാക്കി തരാം. നമുക്ക് സ്കില്ലിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ ഒരു അൺസ്കിൽഡിന് വർക്ക് പോയിട്ട് നമുക്ക് അവിടെ പോയി പെട്ടെന്ന് പേപ്പറുമായിട്ട് പറഞ്ഞാൽ അടുത്ത കമ്പനിക്ക് ചാടാമെന്ന് പറഞ്ഞാൽ ഒരു ഈസി ആയിട്ടുള്ള കാര്യമില്ല. സ്കില്ലിട്ട് ഇപ്പോൾ നമുക്ക് വെൽഡിങ്ങോ പ്ലംബിങ്ങോ ഇലക്ട്രീഷ്യനോ ഡോക്ടറോ അങ്ങനെ എന്തെങ്കിലും ഒരു നമുക്ക് സ്കില്ലുള്ള ജോലിക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. എല്ലാം പറഞ്ഞാൽ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു 100 വട്ടം ആലോചിച്ചിട്ട് വേണം കൊടുക്കാൻ. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എക്സാമ്പിൾ നിങ്ങൾ പോവുകയാണ്. നിങ്ങൾ പോകാറ് നിങ്ങൾ അവിടെ കൊണ്ടുപോയി അവർ ഇട്ടും കൂടെ അവർ അവരുടെ പാട്ടിന് പോകും. നിങ്ങൾ വിളിച്ച ഫോൺ കിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് ഒന്നും പറ്റില്ല. നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റില്ല. ഒന്നിനും പറ്റില്ല അവിടെ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ പോയിട്ട് അവർ പോളണ്ടിക്ക് ആക്കി തരാൻ പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾ ലാറ്റ്വിയയിൽ പോയിട്ട് പോളണ്ടിക്ക് ആക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയാലും അവിടെ കൊണ്ടുപോയി നിങ്ങൾ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവർ പറയും യെല്ലോ കാർഡ് എടുത്ത് തരിക, ആ കാർഡ് എടുത്ത് തരിക എന്നൊക്കെ പറയും. ഈ യെല്ലോ കാർഡ് പറയുന്നത് നമ്മൾ TRCക്ക് അപ്ലൈ ചെയ്യണം. അല്ലാതെ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള കാർഡല്ല. അതിനിടയിൽ നിങ്ങളെ പോലീസ് പിടിച്ച് നിങ്ങൾ തിരിച്ചു വരേണ്ടി വരും. നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരും. എന്താണ് പറഞ്ഞത്, അവിടെ നമുക്ക് ഇപ്പോൾ ലീഗലായി വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ട് പൈസ കിട്ടിയില്ല പറഞ്ഞാൽ നമുക്ക് വല്ല ഓപ്ഷൻസ് ഉണ്ടാവും. കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിപ്പോൾ നിങ്ങൾ അവിടെ വർക്ക് ചെയ്തിട്ട് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് പോലീസിന് പരാതിപ്പെടാനോ വേറെ എന്തെങ്കിലും ലേബർ കോർട്ടിലോ ഒന്നിനും പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഈ കാര്യങ്ങൾ സൂക്ഷിച്ച് വേണം പോകാൻ. നിങ്ങളൊരു ഏജൻസിക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി. അതുപോലെ ഇത് നമുക്ക് കുറേ പെട്ട ആൾക്കാരുള്ളത് കൊണ്ട് പറയുകയാണ്. ബൈ ബൈ.